നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഉയർച്ച എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഉയർച്ചകൾ തന്നെയാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നു. സാമ്പത്തിക നിലയിലും സാമൂഹികപരമായും ഒക്കെ ഇവർക്ക് വലിയ ഉയർച്ചകൾ വന്നു ചേരുന്നു. സാമ്പത്തിക ഉന്നതി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഉന്നതി തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത്രയും ഗംഭീരമായിട്ടുള്ള ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തുടങ്ങുന്ന ഒരു സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കുടുംബപരമായിട്ട് വലിയ ആനുകൂല്യങ്ങൾ വന്നു ചേരുകയും കുടുംബത്തിൽ ഐശ്വര്യവും കളിയാടുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ട് വലിയ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വരുന്ന നാളുകൾ ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നു. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക നിലയിൽ ഉണ്ടായിരുന്ന ബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കടങ്ങളൊക്കെ തീരുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കാൻ പോകുന്ന, ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും ഉയർച്ചകൾ സംഭവിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രത്തിൽ പിറന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നു. ജീവിത വിജയം നേടുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ജീവിതത്തിൽ രക്ഷപ്പെടുന്ന അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക നിലയിൽ ഇവർക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. കടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു തടസ്സം മാറും നിൽക്കുന്നതോടൊപ്പം തന്നെ പെട്ടെന്നായിരിക്കും ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കുക. അതും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്ന ഒരു ജോലി ലഭിക്കാനുള്ള അവസരം മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്നതോടുകൂടി സന്തോഷകരമായിട്ടുള്ള ഒരു സാമൂഹിക ചുറ്റുപാടും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള അവസരം, അതായത് പല സ്ഥലങ്ങൾ യാത്ര ചെയ്ത് അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അനുകൂലമായ ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രവർത്തന മികവ് കൈവരുന്നതിനും സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ സഹായ സഹകരണവും അംഗീകാരമൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഭഗവാന് പാൽപായസ നിവേദ്യം വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് ലഭ്യമാകും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർ ജീവിത വിജയം നേടുന്ന ഒരു സമയം കൂടിയാണ്. ദുഃഖ ദുരിതങ്ങൾ ഒരുപാട് ഇവരെ അലട്ടിയിട്ടുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റത്തോടുകൂടി നേട്ടത്തോടുകൂടി വന്നു ചേരുന്ന ഒരു സമയമാണ്. അതായത് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്ന, മനസമാധാനമില്ലാതെ ജീവിതത്തിൽ പലപ്പോഴും സ്വയം പഴിച്ചുകൊണ്ട് നിന്നിരുന്ന ആളുകൾക്ക് ഈ മാറ്റങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഏറ്റവും ഗംഭീരമായ ഒരു ജീവിതം നയിക്കാനുള്ള അവസരം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഉയർന്ന നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ഉന്നത തൊഴിൽ സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. പൂയം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് നാളികേരം ഉടച്ചുകൊണ്ട് മോദകം വഴിപാട്, കറുകമാല ഇവയൊക്കെ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും ഭാഗ്യം കൈവിട്ടു പോയിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ച ഒട്ടേറെ അവസരങ്ങൾ, നഷ്ടബോധത്തോടുകൂടി ജീവിച്ച നാളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതോടുകൂടി
അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ. ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളൊരു ചോദ്യം അവരുടെ മുന്നിൽ ഉണ്ടാവുകയും ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം എന്നുള്ള ഒരു ഉത്തരം അവർക്ക് ജനിക്കുകയും ചെയ്യും. അതിലൂടെ ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുകയും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധത്തോടുകൂടി അധ്വാനത്തോടുകൂടി കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന നാളുകൾ ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ കാണുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും. അധിക ചെലവ് വരാതെ നോക്കുക. ജീവിത വിജയം നേടുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകളും ഉന്നതകളും ഒക്കെ വന്നു ചേരുന്ന ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു. ആരോഗ്യപരമായിട്ട് പലവിധ അവശതകൾ, ശാരീരിക വിഷമതകളൊക്കെ അനുഭവിച്ച ആളുകൾക്ക് പല ചികിത്സാ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടും പല മാറ്റങ്ങളും വരാതെ നിന്നിരുന്ന സമയത്താണ് അവർക്ക് വലിയ മാറ്റം വന്നു ചേരുന്നത്. ചികിത്സകളൊക്കെ ഫലിക്കുകയും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്നു. വിദേശവാസത്തിന്, വിദേശത്തേക്ക് ഒരു യാത്രയുമായി പോകുന്നതിനോ അവിടെ അവസരം തേടി പോകുന്നതിനോ അതിനു വേണ്ടിയിട്ടുള്ള വിസ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിനു വേണ്ടി അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഗംഭീരമായ നേട്ടങ്ങൾ, ഐശ്വര്യപൂർണമായ അവസ്ഥകൾ, ഭാഗ്യപൂർണമായ നേട്ടങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പുണർദം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥ വന്നു ചേരുകയും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആവോളം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിതത്തിൽ ജോലിയിൽ ശോഭിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഗംഭീരമായ മാറ്റങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അതിലൂടെ മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യം, മഹാഐശ്വര്യം, സമൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പൂരം നക്ഷത്രക്കാർ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പാലഭിഷേകം വഴിപാടായി സമർപ്പിക്കുക. മികച്ച അവസരങ്ങളും മികച്ച മുന്നേറ്റങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യമാണ്. ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാഭാഗ്യം, ഐശ്വര്യം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഈശ്വരാധീനമുള്ളത് കൊണ്ട് എല്ലാവിധ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഇവർക്ക് മാറി നിൽക്കുന്ന ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഉത്തരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ദുർഗാ ദേവി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവിക്ക് കടുംപായസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മികച്ച അവസരങ്ങൾ, മികച്ച നേട്ടങ്ങളൊക്കെ അവിടെ ജീവിതത്തിൽ ഉണ്ടാകും. കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മികച്ച രീതിയിൽ ഉയർച്ചകൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അത്ഭുതങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന മഹാഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക വിജയവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പിൻവിളക്ക്, ജലധാര, കൂളമാല ഇവയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഈ നക്ഷത്രക്കാർക്ക് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. പല വിധത്തിലുള്ള
സങ്കടങ്ങളും കഷ്ടങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കണ്ടിരിക്കുന്നത്. മഹാവിജയം തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും ഏറ്റവും അനുകൂലമായ സമയമാണ്. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച സമയത്ത് നിന്നാണ് ഈ നക്ഷത്രക്കാർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ നാളുകളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു സമയത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നു. അതിലൂടെ മഹാവിജയം ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും അത്ഭുതപ്പെടുത്തുന്ന മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. വിശാഖം നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും ജീവിത വിജയം നേടുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. മഹാവിജയം ഉണ്ടാകുന്നു. രാജയോഗ തുല്യമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിത വിജയം നേടുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.